പ്രേമം നേരം എന്നീ ഹിറ്റ് ചാർട്ട് ബസ്റ്ററുകൾക്ക് ശേഷം അൽഫോൺസ് പുത്രനും നിവിൻ പോളിയും ഒരുമിക്കുന്ന ഒരു പടം വിജയം വന്നിട്ടുണ്ട്. അതിന്റെ ടീസർ നമുക്കൊന്ന് കാണാം. വാ. കല്യാൺ ജുവലേഴ്സ് തുടക്കമേ പരസ്യം. നിവിൻ പോളി 50ാമത്തെ ചിത്രം. 50 തമിഴ്നാടാണോ ഇത്? പോളി ജൂനിയർ പിക്ചേഴ്സ്, സംഗീത്, സിനി ഓൺലിസ് പ്രസൻസ്. പ്രൊഡ്യൂസർ നിവിൻ പോളി തന്നെ, അൽഫോൺസ് പുത്രൻ, കുട്ടു ശിവാനന്ദൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ഷിനോസ് സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് സ്റ്റീവ് കോട്ടൂർ. ബൈക്ക് റേസിംഗ് പടമല്ലായിരിക്കോ? ഇനി എനിക്കിതിലൊരു തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. അതായത് അൽഫോൺസ് പുത്രന്റെ സിനിമ ഞാൻ കാണുമ്പോൾ എനിക്ക് അൽഫോൺസ് പുത്രന്റെ പടത്തിലെ ഒരു ക്രൂ വരുന്നത് ഞാൻ ഒരിടത്തും കേൾക്കാത്ത പേരുകളായിരിക്കും. പ്രത്യേകിച്ച് ഏതെങ്കിലും പടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസീൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിക്കിൾസിലോ കേൾക്കാത്ത ഒരു പേരായിരിക്കും. ഓണസ്റ്റ്ലി ഇതാ ഈ പേര്. ഇത് ഇപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടർ ഇതുപോലത്തെ വന്ന പേരുകളൊന്നും ഞാൻ ഒരിടത്ത് കേട്ടിട്ടേ ഇല്ല. ആരാണെന്ന് എനിക്ക് അറിയത്തുമില്ല. എനിക്ക് നേരത്തെ അതിൻ്റെ ഒരു നോട്ടം കിട്ടിയതാണ്. അൽഫോൺസ് പുത്രന്റെ പടത്തിലെ ആൾക്കാരൊന്നും പെട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കാണ് പേഴ്സണലി അറിയാത്തതുകൊണ്ടാണ്. വിഷ്ണു ഗോവിന്ദാണ് സൗണ്ട് ഡിസൈൻ. ബൈക്ക് റേസിംഗ് പടാണെന്നാണ് തോന്നുന്നത്. കൊള്ളാല്ലേ ആ ഒരു വ്യൂ. ശബരീഷ് ലിറിക്സ്. ശബരീഷിനെ അറിയാം. പ്രൊഡ്യൂസർ ടോൺസൺ സുനിൽ. ഇതെന്തോന്ന് കാറിലൊരു ഇതിലായിരിക്കും മിക്കവാറും നിവിൻ പോളി ഉള്ളതെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഈ ഷോട്ടൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇത് സെൽഫ് ട്രോൾ ആണ് കേട്ടാ, സെൽഫ് ട്രോൾ ആണ്. അൽഫോൺസ് പുത്രന്റെ സെൽഫ് ട്രോൾ ആണ്. കണ്ട ഉറുമ്പ്, അത് സെൽഫ് ട്രോൾ ആണ്. നിവിൻ പോളി വരുന്നുണ്ട്. നിവിൻ പോളി തന്നെ ആയിരിക്കും അത്. നിവിൻ പോളി തന്നെയടേ. ഒരു ഡൂപ്പ് മണക്കുന്നില്ലേ? സ്കിന്നിയായ നിവിൻ പോളി. അത് നിവിൻ പോളി തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു കൈ ആക്ഷൻ, ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് കണ്ട ആ ഇടത്തെ ആ ഒരു ചരിവ് കാണുമ്പോൾ മനസ്സിലാവും അത് നിവിൻ പോളി തന്നെയാണ്. ആൻഡ് റൈറ്റർ, ഡയറക്ടർ, എഡിറ്റർ എല്ലാം അൽഫോൺസ് പുത്രനാണേ. ഡ്രാഫ്റ്റ് ശരി വന്നോണ്ട അടിയാ. നിന്നെ ഞാൻ കൊറേ നാളായി തപ്പി ഇത്ര ലുക്കായി. ഞാനിവിടെ മറ്റേ തുമ്പി ഉറുമ്പ് മറ്റേ കുഴിയാനാലത്തെ സാധനമൊക്കെ ഫോട്ടോ എടുത്ത് ഇരിക്കായിരുന്നു. നിന്റെ തുമ്പി എടുത്ത് മതിയായില്ലേ? സെൽഫ് ട്രോൾ ആണ്. ഉറുമ്പും തുമ്പി എടുത്ത് മതിയായില്ലേ? സെൽഫ് ട്രോൾ. ബൈക്ക് അതാണ് നിന്റെ പ്രശ്നം. പരിപാടി സംഭവം എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഇപ്പൊ പറയുന്നതനുസരിച്ച് ഇങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ അനൗൺസ്മെന്റ് ടീസറിന് വേണ്ടിയിട്ട് ഇങ്ങനെ വല്ല റിലീസ് ചെയ്താണെന്ന് അറിഞ്ഞൂടാ, ചുമ്മാ ഒരു ടീസർ പോലെ. ബട്ട് അവർ രണ്ടുപേരും സംസാരിക്കുമ്പം അല്ലെങ്കിൽ അൽഫോൺസ് പുത്രന്റെ സെൽഫ് ട്രോളൊക്കെ കാണുമ്പോൾ തന്നെ എപ്പോഴും ഒരു ഫ്രഷ്നെസ് തോന്നിക്കുന്നുണ്ട് അൽഫോൺസ് പുത്രൻ എന്ന് പറയുമ്പോൾ. ആൻഡ് ഇവരുടെ ഒരു കോംബോ ആകുമ്പോൾ നല്ലൊരു പടം തന്നെ പ്രതീക്ഷിക്കാം. പടത്തിന്റെ പേരും ഒരു വിജയം എന്നാണ് ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ അത് മുന്നിൽ കണ്ട് തന്നെ ആയിരിക്കും. സ്റ്റാറിംഗ് നിവിൻ പോളി, പ്രൊഡ്യൂസ്ഡ് ബൈ നിവിൻ പോളി, 50 NPAP നിവിൻ പോളി, അൽഫോൺസ് പുത്രൻ. കൊള്ളാം കേട്ടോ നിവിൻ പോളി.
ബൈക്കിനും പരസ്യമായി. റേസിംഗ് പടം ആയിരിക്കോ നോക്കാം. ചിലപ്പോ ഒരു വെറൈറ്റി പടം കാണാൻ സാധ്യത കൂടുതൽ. ഇപ്പൊ പടത്തിന്റെ പേര് വരുമായിരിക്കും. NP50 റേസിംഗ് തന്നെ പടം. വിജയം വിജയം ഓ പേര് വിജയം പടം എല്ലാ ഭാഷയിലും ഉണ്ട്. ഫിലിം അൽഫോൺസ് പുത്രൻ വിജയം. ഓഹോ അങ്ങനെയാണല്ലേ, അത് ശരി. ഫ്ലാഗിംഗ് ഓഫ് സൂൺ. ഇപ്പൊ നമ്മള് അനൗൺസ്മെന്റ് ടീസർ കിടിലനായിട്ടുണ്ട്. ഒരു ഫ്രഷ് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു വൈബ് തോന്നിക്കുന്നുണ്ട്. ആ നേരം പ്രേമ സിനിമയ്ക്ക് ശേഷം ആ ഒരു കൂട്ടുകെട്ട് നല്ലൊരു സിനിമയുമായിട്ട് തന്നെ വരുമെന്ന് പ്രതീക്ഷ തരുന്നുണ്ട്. എല്ലാത്തിലും ഉപരി അവരുടെ ആ ഒരു കോംബോ നമുക്ക് നന്നായിട്ട് തന്നെ അറിയാം. ആ നിവിൻ പോളിയുടെ 50ാമത്തെ ചിത്രം, ആ നിവിൻ പോളി ജൂനിയർ പിക്ചേഴ്സ്, നിവിൻ പോളിയുടെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എനിക്ക് തെറ്റിയെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്ക്. ആൻഡ് സൂപ്പറായിട്ട് തന്നെ ഉണ്ട്. ഇനി കണ്ടിട്ടൊരു റേസിംഗ് പടം പോലെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഇതിൽ കാണിക്കുന്നതും അങ്ങനെയാണ്. റേസിംഗ് ബൈക്ക് വരുന്നു, ബൈക്കുമായിട്ട് ബന്ധപ്പെട്ട സീൻസ് വരുന്നു. ആൻഡ് അതിൻ്റെ പേര് എഴുതുന്നതും ലാസ്റ്റ് കമ്മിങ് സോൺ എന്നൊക്കെ ഫ്ലാഗിംഗ് ഓഫ് സോൺ എന്നാണ്. അപ്പോൾ ആ ഒരു ബൈക്ക് റേസിംഗ്, മഡ് റേസിംഗ് അങ്ങനത്തെ വല്ല സംഭവങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും ഒരു വെറൈറ്റി പടം, അല്ലെങ്കിൽ നിവിൻ പോളി ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു പടം വരാനാണ് സാധ്യത കൂടുതൽ. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ആൻഡ് സെൽഫ് ട്രോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ട്. ഞാനിങ്ങനെ ഉറുമ്പും ഇതൊക്കെ ഈ ഉറുമ്പും പാറ്റിയൊക്കെ വീഡിയോ എടുത്തും ഫോട്ടോ എടുത്ത് തീർന്നില്ലേ, അത് സെൽഫ് ട്രോളാണ്. അത് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ട്. നല്ലൊരു കിഡിലൻ അനൗൺസ്മെന്റ് ടീസർ. ആൻഡ് സിനിമയുടെ പേരും വിജയം തന്നെയാണ്. ആൻഡ് ആ സിനിമയിലെ ആ കാസ്റ്റിൽ വരുന്ന നിവിൻ പോളിയും ഒരു വിജയം തന്നെയാണ്, അൽഫോൺസ് പുത്രനും ഒരു വിജയം തന്നെയാണ്, അവരുടെ കോംബോ ചിത്രങ്ങളും ഒരു വിജയം തന്നെയായിരുന്നു. മൊത്തത്തിലൊരു വിജയം, ഒരു മൂഡ് തന്നെയാണ് വരുന്നത്. അടുത്ത സിനിമയും വിജയമാവുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അവരുടെ ആ കോൺഫിഡൻസും വിജയം തന്നെയാണ് പറയുന്നത്. സിനിമയുടെ പേരും വിജയം തന്നെയാണ് പറയുന്നത്. മൊത്തം ഒരു വിജയം. 50ാമത്തെ പടം ഒരു ഗംഭീര വിജയമാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത് തന്നെയാണ് ഈ അനൗൺസ്മെന്റ് ടീസറിലൂടെ അവർ പറയുന്നത്. എന്തായാലും നല്ലൊരു അടിപൊളി അനൗൺസ്മെന്റ് ടീസർ, കിടിലൻ പടം തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. കിടിലൻ തിരിച്ചു വരവ് തന്നെ നിവിൻ പോളിക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിജയം വിജയിക്കട്ടെ.